പ്രളയക്കെടുതിയിൽ വലയുന്ന ആന്ധ്രാപ്രദേശിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 163 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 43,000-ലധികം പേരാണ് കഴിയുന്നത്. തെലങ്കാനയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഗുജറാത്തിൽ തീവ്ര മഴ തുടരുകയുമാണ്. ജീവിതം തിരികെ പിടിക്കുകയാണ് പ്രളയത്തിൽ മുങ്ങിയ ആന്ധ്രാപ്രദേശിലെ ജനത. മഴയുടെ ശക്തി കുറഞ്ഞതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ 262 സംഘങ്ങളെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. ആന്ധ്രയിലാകെ 197 മെഡിക്കൽ ക്യാമ്പുകളും ആരംഭിച്ചു. ദുരിതബാധിത മേഖലകൾ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു സന്ദർശിച്ചു. വിജയവാഡയിൽ കൈക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തെലങ്കാനയിൽ 4 ജില്ലകളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഗുജറാത്തിൽ ഇന്നും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ ഗുജറാത്തിലും സൗരാഷ്ട്ര കച്ച് മേഖലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പ്രളയ സമാന സാഹചര്യമുണ്ടായ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് വീണ്ടും മഴ കനത്തത്. NDRF സംഘങ്ങൾ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അറബിക്കടലിൽ വടക്ക് കിഴക്ക് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴ കനക്കാൻ കാരണം. 24 മുംബൈ.